ഹലോ ഫ്രണ്ട്സ്, പാവൂസ് വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ സ്വിറ്റ്സർലൻഡിലെ ആൽസ് പർവ്വതനിരയിലെ മൗണ്ട് ഹിൽസിലാണുള്ളത്. നമ്മൾ ഐസ് ഫ്ലയറിലേക്ക് കയറാൻ പോവുകയാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോ കൺട്രോളർക്ക് മനസ്സിലാവും. നമ്മൾ എങ്ങനെയാണ് ഈ ഇത്രയും 10,000 അടി മുകളിലുള്ള പർവ്വതത്തിലേക്ക് കേബിൾ കാർ വഴിയാണ് നമ്മൾ വന്നത്. അതിൻ്റെ വീഡിയോസ് നമ്മുടെ മുന്നത്തെ ഒരു എപ്പിസോഡായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തത് കണ്ടിട്ട് ഈ വീഡിയോ കാണാം. അങ്ങനെ നമ്മൾ ഐസ് ഫ്ലയറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഐസ് ഫ്ലയറിൻ്റെ ടിക്കറ്റ് നമ്മൾ താഴ്ത്തുന്നത് തന്നെ നമ്മൾ എക്സ്ട്രാ എടുത്തിരുന്നു. അത് ഈ പാക്കേജിൽ പെട്ടതല്ലായിരുന്നു. നമുക്ക് താല്പര്യമുള്ളവർക്ക് മാത്രം ഐസ് ഫ്ലയറിൽ പോയാൽ മതി. അങ്ങനെ ഞങ്ങൾ കാത്തിരുന്നു. ആ ഇരിക്കുന്ന ചെയറാണ് ഐസ് ഫ്ലയറിൻ്റെ ഉദ്ദേശിക്കുന്ന ചെയർ. നമ്മൾ അതിൽ വേറെ ഒന്നുമില്ല, നമ്മൾ കയറിയിരിക്കുന്നു. ഒരു ചെറിയൊരു കമ്പി കൊണ്ട് നമ്മളെ കവർ ചെയ്യണം, അത്രേ ഉള്ളൂ. വേറെ കൂടുതൽ പ്രൊട്ടക്ഷനൊന്നും ഇല്ല. നമ്മൾ ഇതുവരെ പോയിട്ടില്ല, അതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് എക്സ്പീരിയൻസ് ഒന്നും അറിയില്ല. അപ്പോൾ ഞങ്ങളുടെ കൂടെ വന്ന ഒരു ഫാമിലി മുന്നേ പോയിട്ട് അവർ പറഞ്ഞു കുറച്ച് പേടി തോന്നുന്ന ഒരു സംഭവമാണ് എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ സംഭവം. അങ്ങനെ ഞങ്ങളുടെ ടേൺസിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ആ വന്ന കേബിൾ കാറിൽ ഞങ്ങൾ കയറാൻ വേണ്ടി പോകണം. കേബിൾ കാറല്ല, ഐസ് ഫ്ലയർ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഫ്രോസൺ മൂവി കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും, ഇത് ഭയങ്കരമായിട്ട് നമുക്ക് ഒരു പേടി തോന്നുന്നൊരു സംഭവമാണ്. പടത്തിൽ ഇതിൽ പോയിട്ട് ഒരു ദുരന്ത സംഭവം, അത് ഇതുപോലെ ചെറിയൊരു റൂട്ടല്ല. അതിൽ പടത്തിൽ കാണിക്കുന്നത് ദീർഘദൂരം പോകുന്ന ഐസ് ഫ്ലയറിൽ അവർ ഒറ്റപ്പെട്ട് പോണതും, അങ്ങനെ രാത്രി -4 -3 പോയിട്ട് അവർ ഫ്രോസൺ ആവണതും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. പക്ഷേ ഇതത്ര ഇല്ല, നമ്മൾ തിരിച്ചു വരും. നമ്മൾ അത്ര ദൂരത്തേക്ക് നമ്മൾ പോകണില്ല. നമുക്കൊരു 10-15 മിനിറ്റാണ് മാക്സിമം ഇത് ഉള്ളത്. ഭയങ്കരമായൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കരമായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു. ഞാനും പിള്ളേരുകളും ജിനിയും ഒക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എനിക്ക് ഫോൺ ഒരു കയ്യിൽ പിടിച്ചിട്ട് വീഡിയോ എടുക്കണ കാരണം എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എങ്ങാനും ഫോൺ വീണ് പോയി കഴിഞ്ഞാൽ തീർന്നു, പിന്നെ കിട്ടില്ല. അതുകൊണ്ട് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. ഞാൻ ഒരു കൈക്ക് എൻ്റെ മക്കളെ ചേർത്ത് പിടിച്ചു. കാരണം അവരിയ്ക്കണ സ്ഥലത്ത് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ പക്ഷേ സേഫാണ്, എന്നാലും നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ഒന്നുകൂടി പിടിച്ചു. അതിമനോഹരമായ കാഴ്ചകളാണ്. ഇതിന് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഈ പർവ്വതം, അതിന് മേലെ ഇങ്ങനെ മഞ്ഞുപാളികൾ ഇങ്ങനെ കിടക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ്. പിന്നെ നമ്മുടെ നേരെ വരണ ഐസ് ഫ്ലയറിൽ വരണവരായിട്ട് നമ്മൾ ഒച്ചപ്പാട് ഹായ് എന്ന് പറയുമെങ്കിൽ ഹലോ എന്നൊക്കെ ഒച്ചെടുത്തു. നല്ല എൻജോയ് ചെയ്താണ് നമ്മൾ ട്രിപ്പ് പോയത്. ഭയങ്കരമായിട്ട് ചിരിച്ച് സന്തോഷിച്ചാണ് ഞങ്ങൾ പോയത്. പേടി ഉണ്ടായിരുന്നു, മുള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു പേടി ഉണ്ടെങ്കിലും അങ്ങനെ സന്തോഷിച്ചാണ് പോയത്. പക്ഷെ ഭയങ്കര നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഭയങ്കരമായൊരു തണുപ്പൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. കാരണം നല്ല സണ്ണി ആയിരുന്നു, നല്ല വെതറായിരുന്നു. നമുക്ക് അവിടെ മഞ്ഞിൻ്റെതായൊരു തണവുണ്ട്. അതായത് -1. സാധാരണ രീതിയിലൊക്കെ നമ്മൾ വിൻ്ററിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഈ മഞ്ഞിൻ്റെ കാറ്റായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കണ്ണിലേക്കൊക്കെ ഇതടിക്കും. അപ്പോൾ ഇത് എപ്പോഴും ഇല്ല. ഈ ഐസ് ഫ്ലയർ നല്ല കാലാവസ്ഥയാണെങ്കിൽ മാത്രമാണ് ഇവർ ഈ റൈഡ് റൺ ചെയ്യണുള്ളൂ, അല്ലെങ്കിൽ ഇത് ഉണ്ടാവില്ല. അപ്പോൾ ഭാഗ്യത്തിന് നമുക്ക് ഇന്നത് കിട്ടി. നല്ല വെതറായിരുന്നു. അങ്ങനെ നമ്മൾ ഇതിൻ്റെ താഴത്തെ സ്റ്റേഷനിലെത്തിയിട്ട് അത് അവിടെ നമ്മൾ സർക്കിൾ ചെയ്ത് നമ്മൾ തിരിച്ചു പോവാണ്. വേറെ ഒന്നുമില്ല. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു. ഞങ്ങൾ ഇത് മുകളിലേക്ക് പോവാണ്. ഇനി ഇത് ഇവിടെ പറഞ്ഞവർ എന്തായാലും ട്രൈ ചെയ്യണം. ഇന്ന് ഇന്ത്യയിലൊക്കെ ഉണ്ട് ഈ ഐസ് ഫ്ലയർ എന്ന് പറഞ്ഞ സംഭവം. പക്ഷേ പല ഐസ് ഫ്ലയറിലും പല സെറ്റിങ്സ് ആയിരിക്കും. പക്ഷേ ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും മിസ്സാക്കില്ല. ഐസ് ഫ്ലയർ എന്നുള്ള സംഭവം അതിമനോഹരമാണ്. കണ്ടു, ഇത് വലിയ നമ്മൾ മുകളിലേക്ക് ചെല്ലുന്തോറും നമ്മുടെ ഇതിൻ്റെ താഴ്ച കൂടിയാണ് വരണേ. ഒരു സ്ഥലത്ത് അത്യാവശ്യം നല്ല താഴ്ചയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മഞ്ഞിന് തൊട്ടടുത്തോടെ നിന്നുള്ള കൊണ്ടുപോകണം. നമ്മൾ വീണ് കഴിഞ്ഞാൽ നമ്മുടെ കാലൊടിയാനോ അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മൾ താഴ്ത്തേക്ക് ഉരുണ്ട് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷേ ഇവർ എപ്പോഴും സേഫ്റ്റിയുടെ ഇവരെ നമ്മൾ വിശ്വസിച്ചിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ നല്ല അതിമനോഹരമായ കാഴ്ചയാണ്. അപ്പോൾ നിങ്ങൾ കാണാം. അങ്ങനെ ഞങ്ങളുടെ ഐസ് ഫ്ലയറിലെ
റൈഡ് കഴിഞ്ഞ് ഞങ്ങൾ എൻജോയ് ചെയ്തു, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങൾ എന്നിട്ട് ക്ലിഫ് വാക്കിലേക്ക് പോവാണ്. ഒരു ക്ലിഫിൽ നിന്ന് അടുത്ത ക്ലിഫിലേക്കുള്ള ഒരു തൂക്കുപാലം, അതുമോടെ നടന്നു പോണ ഒരു സംഭവം, വേറെ ഒന്നുമില്ല. പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു. ഈ പറഞ്ഞ പോലെ എല്ലാവരും ഈ തൂക്കുപാലത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ തൂക്കുപാലത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര സീനിക് വ്യൂ ആണെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾക്ക് നമ്മുടെ കഷ്ടകാലത്തിന് അന്ന് ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ഭയങ്കര ഫോഗായി. അപ്പോൾ നമുക്ക് താഴത്തെ കാഴ്ചകൾ അങ്ങനെ കിട്ടിയില്ല. പക്ഷെ നമ്മളെ ക്ലിഫ് വാക്കിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് ചെയ്യാനായിട്ട് ഞങ്ങൾ പാലത്തുമ്പോൾ കയറി. നല്ലൊരു ഇതായിരുന്നു. അത്ര ആൾക്കാരുള്ള കാരണം നല്ല ആട്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വീഡിയോ ഭയങ്കരമായിട്ട് ഷേക്ക് ആവുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അവിടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇന്ത്യൻസ് ആയിരുന്നു കൂടുതൽ. അപ്പോൾ പോണ ആൾക്കാരിൽ കുറേ ആൾക്കാർ ജയ് മോദി എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോകണ്ടായിരുന്നു. എന്തിൻ്റെ ആവശ്യം എനിക്ക് മനസ്സിലായില്ല. എന്നാലും അത് അവരുടെ താല്പര്യം, അവർ വിളിച്ചോട്ടെ. ഹോളിഡേ വന്ന അവർക്കൊരു സന്തോഷത്തിനാണല്ലോ എല്ലാവരും വിളിക്കുന്നത്, അവർക്ക് സന്തോഷമായിക്കോട്ടെ. അപ്പോൾ അവർ ജയ് മോദിജി എന്നൊക്കെ വിളിക്കണ്ടായിരുന്നു. ചിലപ്പോൾ മോദിജിയുടെ ചിലവിൽ വന്നവരായിരിക്കാം, അപ്പോൾ നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ അവിടെ വരെ പോയിട്ട് തിരിച്ചു പോകാൻ അത്രേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വേഗം ഇറങ്ങി. ഞങ്ങൾ ഈ മഞ്ഞിൽ കുറേ നേരം കളിച്ചു. ഇതിൻ്റെ മുകളിൽ കളിച്ച് പിള്ളേർ മഞ്ഞ് സ്നോമാനും ഒക്കെ ഉണ്ടാക്കി. ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് ടിറ്റിൽസിൻ്റെ ആ ഷോപ്പിങ്ങിൻ്റെ സൈഡിലേക്ക് പോവാണ്. നമ്മൾ വന്ന് കേബിൾ കാർ നമ്മൾ വന്നിറങ്ങിയത് 2nd ലെവലിലാണ്. നമ്മളിപ്പോൾ ഉള്ളത് 6th ലെവലിലാണ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അതിൽ തേർഡ് ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ ഓരോ ലെവലിൽ ഓരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ഇനി ഒരു ഐസ് കേവ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഫേമസ് ആയ ഒരു സംഭവം ഉണ്ട്, അത് നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അതുപോലെ താഴത്തേക്ക് ഇറങ്ങുകയാണ്. കയർ പിടിച്ചിട്ട് ഇറങ്ങണം, നല്ല സ്ലിപ്പറിയാണ്. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിൽ പോയൊരു പുള്ളിക്കാരി അവിടെ വീണു. എല്ലാവരും കൂടി പിടിച്ചെഴുന്നേൽപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോൾ നിൽക്കണം നമ്മുടെ കാജലും ഷാറുഖ് ഖാനും മലയുടെ മുകളിൽ നിൽക്കണു. എന്ന് വെച്ചാൽ നമ്മുടെ ദിൽവാലെ ദുൽഹനിയിലെ ലേ ജായേംഗെ DDLJയുടെ ഒരിതാണ്. കാരണം ഒരുപാട് സീനുകൾ അവരിവിടെ വീഡിയോകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഈ യാഷ് ചോപ്ര ഫിലിംസ് എന്ന് പറയുന്ന ഫിലിം കമ്പനിക്ക് ഈ സ്വിറ്റ്സർലൻഡായിട്ട് ഭയങ്കര ഒരു ബന്ധമുണ്ട്. അപ്പോൾ അതിൻ്റെ കഥകൾ ഞാൻ വഴിയെ പറയാം. അങ്ങനെ ഞങ്ങൾ അവിടെ ഫോട്ടോസ് എടുത്തു. ഇവിടെ വന്ന സെലിബ്രിറ്റികളുടെ ഫോട്ടോസുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങളതൊക്കെ കണ്ട് ഇങ്ങനെ താഴ്ത്തേക്ക് പോയി. അങ്ങനെ ചെന്നപ്പോൾ അവിടെ ഒരു ഷോപ്പ്, സോവനീറുകളും ഒക്കെ വിൽക്കണ ഒരു ഷോപ്പ്. ഈ ഷോപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് സ്വിറ്റ്സർലൻഡിലെ തനതായ ഡ്രസ്സ് ഇട്ടിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. അത് നമ്മൾ റെൻറ്റിന് എടുക്കണം. നല്ല പൈസയാണെന്നാണ് കേട്ടത്. അത് കഴിഞ്ഞ് ഒരുപാട് സമയം എടുക്കും ഇതിൻ്റെ പ്രോസസ്സിങ്ങിന്, ഫോട്ടോസ് നമുക്ക് കയ്യിൽ കിട്ടാൻ. അപ്പോൾ നമ്മൾ 1 മണിക്കൂർ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് തന്നെ ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. നമ്മളൊരു ഗ്രൂപ്പിൻ്റെ ഒപ്പം വന്ന കാരണം നമ്മൾക്ക് ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ അതിൽ നിന്നില്ല. നമ്മൾ ഇവിടെ ലേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള ബാക്കിയുള്ള 40 പേരും ഇവിടെ പെട്ടുപോകും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കാഴ്ചകൾ കാണാനായിട്ട് വേഗം നടന്നു. അടുത്തത് നമ്മൾ പോകുന്നത് ഒരു ഐസ് കേവിലേക്കാണ്. അങ്ങനെ ഈ കേവിൻ്റെ എങ്ങനെയാണെന്നുള്ളതിൻ്റെ മാപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ചുമരിൽ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. കൂടുതലും സ്വിറ്റ്സർലൻഡ് ഇവിടെ ഭാഷയിലാണ് എഴുതിയത്, അതുകൊണ്ടൊന്നും വായിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ഈ ഐസ് കേവിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. ഒരു വലിയൊരു മഞ്ഞുമല തുറന്ന് അതിൻ്റെ ഉള്ളിൽ പല സംഭവങ്ങളും ഉണ്ടാക്കി വെച്ചതാണെന്നാണ് പറഞ്ഞത്. ഇത് ഫ്രീ ആണ്, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ചാർജിലൊക്കെ പെട്ടതാണ് ഈ ഐസ് കേവിലെ യാത്ര. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് പ്രത്യേകം പണ്ടുണ്ടായിരുന്നു നല്ല ഷൂസൊക്കെ ഇട്ട് പോകണം. കാരണം ഇതിന് മുന്നേ വന്നൊരു ഗ്രൂപ്പിൽ ഒരു ചേച്ചി ഇവിടെ വീണിട്ട് തണ്ടലിന് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ട് ഇവിടെ ഹെലികോപ്റ്ററിലാണ് താഴ്ത്തേക്ക് കൊണ്ടുപോയത്. ഒരു എമർജൻസി സിറ്റുവേഷൻ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി. പിന്നെ ഫ്ലോറും ഐസായ കാരണം നമ്മൾ വീഴാൻ ഭയങ്കര ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് നമ്മൾക്ക് വീണാലും പ്രശ്നമില്ല, ഇനി ജീവിതത്തിൽ ഒരിക്കലും കിട്ടുന്ന ഒരു അവസരമല്ലേ, മിസ്സാക്കണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ ഭയങ്കരമായ തണവോ ഒന്നും ഉണ്ടായിരുന്നില്ല. വലിയ നമുക്കങ്ങനെ ഈ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു തണവുണ്ടല്ലോ, ആ തണവ് നമുക്ക് തോന്നിയുള്ളൂ.
ഈ പറഞ്ഞ പോലെ ഫ്ലോറും വലിയ മോശമൊന്നും അല്ലായിരുന്നു. ഈ പറഞ്ഞ പോലെ ഭയങ്കരമായ സ്ലിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ പിന്നെ അത്യാവശ്യം നല്ല ഷൂസൊക്കെയാണ് ഇട്ടിരുന്നത്. എന്നാലും ഈ പറഞ്ഞ പോലെ ബൂട്ടൊന്നുമല്ല, ട്രെയിനേഴ്സാണ് ഇട്ടാണ് എല്ലാവരും. പക്ഷെ എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ പിള്ളേരുടെ അടുത്ത് പിടിച്ച് നടക്കാൻ പറഞ്ഞിട്ടും അവർ ഒന്നും കേൾക്കണ്ടായിരുന്നില്ല. അവരവരുടെ ഇഷ്ടത്തിന് നടക്കുന്നു. അങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പല സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പലരും നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഓരോ മൂലയ്ക്കും അവർ ഫോട്ടോ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വിസ്കി ഇതുപോലെ ഒരു അവിടുത്തെ സ്വിറ്റ്സർലൻഡ് വിസ്കി ഒരു ഇതിലാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ പല സംഭവങ്ങളും. അപ്പോൾ ഞങ്ങൾ ആ ഫോട്ടോസൊക്കെ കണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വേഗം പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ വിചാരിച്ചു താഴത്ത് പോയി കഴിഞ്ഞിട്ട് അവിടെ കുറേ ഫോട്ടോസുകൾ എടുക്കാം. അപ്പോൾ ഇവിടെ നിന്ന് വേഗം ഇനി അധികം സമയം ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ട, നമുക്ക് മലയുടെ ഈ പർവ്വതത്തിൻ്റെ താഴത്തേക്ക് പോയിട്ട് അവിടെ ഫോട്ടോസ് എടുക്കാനുള്ള. അപ്പോൾ ഞങ്ങൾ വേഗം നടന്ന് ഇവിടുത്തെ വീഡിയോസുകളൊക്കെ പകർത്തി വേഗം താഴത്തേക്ക് പോകാനുള്ള പരിപാടികൾ ചെയ്തു. അങ്ങനെ ഞങ്ങൾ പോകുമ്പോഴാണ് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങാനുള്ള കേബിൾ കാർ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ അതിമനോഹരമായൊരു കാഴ്ച ഞങ്ങളവിടെ കണ്ടത്. അതായത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള മലയാളികൾ ആരോ അവിടെ കുത്തിക്കോരി വരച്ചിട്ടുണ്ട്. അഞ്ജലി കൊല്ലം, ഋതു കൊല്ലം എന്നൊക്കെ പറഞ്ഞിട്ട് ലവ് ചിഹ്നതൊക്കെ വരച്ച് അവരുടെ കലാവിരുദ്ധകൾ അവിടെ അവർ കാണിച്ചു വെച്ചിട്ടുണ്ട്. 10,000 അടി മുകളിലാണ് ഇവരുടെ കലാവിരുദ്ധകൾ കാഴ്ചവെച്ചാണ്. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നിങ്ങൾക്ക് എന്താ തോന്നണമെന്നുള്ളതിൻ്റെ കമൻ്റായിട്ട് അടിയിലിട്ടോ കേട്ടോ. അങ്ങനെ ഞങ്ങൾ താഴത്തേക്ക് പോവാണ്. കേബിൾ കാറിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കയറി ഞങ്ങൾ താഴത്തേക്ക് യാത്ര തുടർന്നു. വീണ്ടും ആ കാഴ്ചകൾ കണ്ട് താഴത്തേക്ക് ഇങ്ങനെ പോയി. അപ്പോൾ ഞങ്ങൾ പോയിരുന്നപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഒരു ഹിന്ദിക്കാരൻ അപ്പച്ചനും അമ്മച്ചിയാണ്. അവർ മഹാരാഷ്ട്രയിൽ നിന്നുള്ളവരായിരുന്നു. അവർക്ക് ഈ പറഞ്ഞ പോലെ അവർ ഇന്ത്യയിൽ നിന്ന് ടൂർ വന്നവരാണ്. ഇങ്ങനെ ഒരു പാക്കേജായിട്ട് ടൂർ വന്നവരാണ്. അപ്പോൾ അവർ ഹിന്ദിയിൽ ഞങ്ങളോട് കുറേ നേരം സംസാരിച്ചു. ഞങ്ങൾക്ക് ഹിന്ദി അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അതിശയം, ഇന്ത്യയിൽ താമസിച്ചിട്ട് നിങ്ങൾക്ക് ഇന്ത്യക്കാരായിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഹിന്ദി അറിഞ്ഞില്ല, അത് വളരെ മോശമാണെന്നൊക്കെ നമ്മളോട് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഹിന്ദി അറിയണമെന്ന് നിർബന്ധമില്ലല്ലോ, ഹിന്ദി ഞങ്ങൾ കേരളത്തിലാണ്, ഞങ്ങൾ ഹിന്ദി അങ്ങനെ ഉപയോഗിക്കാറില്ല. പഠിക്കുന്ന സമയത്ത് പഠിച്ചിരുന്നു, പക്ഷേ ഒരു സംസാരിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നൊക്കെ അവർ പറഞ്ഞു. പക്ഷെ അവർക്ക് മനസ്സിലാവുണ്ടായിരുന്നില്ല, അവർക്ക് ഹിന്ദി മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു. അവർ നല്ല ഫാമിലി ആയിരുന്നു കേട്ടോ. നമ്മൾ അവരെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു. ഒരു വയസ്സാങ്കാലത്ത് അവർ യാത്രകൾ ചെയ്യണു. ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് ഞങ്ങൾ താഴത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി കാഴ്ചകളും കണ്ട്.
ഹലോ, അപ്പൊ ഇന്നത്തെ വീഡിയോ അവസാനിച്ചു. വീഡിയോയിലൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.